നമ്മളിപ്പോൾ ആലുവയിലെ ദേശത്ത് അറേബ്യൻ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റ് കംപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിപ്സ് പാർക്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയുള്ള അറേബ്യൻ പാലസ് ഒരു 200 പേർക്ക് ഇരിക്കാവുന്നൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ. ഈ പ്രൊജക്റ്റ് ടേൺ കീ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫ്ലോറിംഗ്, സീലിംഗ്, പെയിൻറ്റിങ് എല്ലാം കൂടെ ഇൻക്ലൂഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 120 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഇവർക്ക് കമ്മിറ്റ് ചെയ്ത ദിവസം. നമ്മൾ ഓൾമോസ്റ്റ് ആ ദിവസങ്ങൾ തീർക്കുകയും ചെയ്തു. നമ്മൾ 200 പേരോളം ഇരിക്കുന്നൊരു റെസ്റ്റോറൻറ്റാണ്. 200 പേർക്ക് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻറ്റാണ്. റെസ്റ്റോറൻറ്റ് അകത്തെ വിശേഷങ്ങൾ. റിസപ്ഷൻ ടേബിളുണ്ട്. റിസപ്ഷൻ ടേബിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇവിടുത്തെ PBX സിസ്റ്റം, ഇൻ്റർനെറ്റ്, CCTV, വയർലെസ് സിസ്റ്റം ഒക്കെ വരുന്നതിന് അതിൻ്റെ സിസ്റ്റം മുഴുവൻ ഇതിനുള്ളിലാണ് വരുന്നത്. ഒരു സ്പെഷ്യൽ ബ്ലൂ പെയിൻറ്റിങ് ഒരു തീമാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസൈനർ ടൈല്, ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു അപ്പോൾസറി, ബാക്കിയെല്ലാം നമ്മൾ പ്ലൈവുഡിലൊരു ലാമിനേഷൻ ചെയ്തിട്ടു. ഇതെല്ലാം CNC ആണ്, മെറ്റൽ CNC ആണ്. 2 mm തിക്നെസ്സുള്ള മെറ്റലിൽ CNC ചെയ്തെടുത്തിരിക്കുക. ഒരു ചൂരൽ ഡിസൈൻ വരുന്ന രീതിയിൽ അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുക ഭംഗിയായിട്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഈ മോളിൽ കാണുന്ന CNC ഇവരുടെ ഒരു കമ്പനി തീമാണ്, ഈ അറേബ്യൻ പാലസിൻ്റെ ഒരു തീമാണ്. അത് നമ്മൾ CNC ചെയ്തിട്ട് അതിൽ ബ്രാസിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുക. ബാക്കി ലൈറ്റ്സ് എല്ലാം നമ്മൾ വാം ലൈറ്റിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. പുറത്തുള്ള ഒരു ആർച്ച്, ഒരു അറബിക് ഡിസൈൻ, ഒരു പേർഷ്യൻ ഡിസൈൻ വരാൻ വേണ്ടി നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം രാത്രിയിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. കണ്ടമാനം വെട്ടം അകത്തോട്ട് വരുന്നതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 70% കട്ട് ചെയ്യുന്നൊരു ഫിലിം നമ്മൾ ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 കടമുറിയായിട്ടുള്ള ഷോപ്പായിരുന്നു. നമ്മളതിനെ റിനോവേറ്റ് ചെയ്ത് ഈ രീതിയിൽ ആക്കിയെടുത്താണ്. ഇവിടം വരെ ആയിരുന്നു ഷോപ്പ്. അതിൻ്റെ ബാക്കിൽ അവരുടെ കിച്ചൺ ഏരിയ ആയിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ച് പൊളിച്ചിട്ട് ചെയ്തതാണ്. ഈ മെസലൈൻ ഫ്ലോർ JV എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തും കൂടെ വിനോജിൻ്റെ അവരാണ് കംപ്ലീറ്റ് മെസലൈൻ ഫ്ലോർ ചെയ്തത്. നമ്മുടെ എല്ലാ പ്രൊജക്റ്റും അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നമുക്കിവിടെ മെസലൈൻ ഫ്ലോർ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അതിന് താഴെ നമുക്കൊരു സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തു. അപ്പുറത്ത് ജ്യൂസ് കൗണ്ടർ, അവിടെ ഒരു അൽഫാം കൗണ്ടർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തു. ഇത് കുറച്ച് ഓപ്പണിംഗ് ആണ്. ജ്യൂസ് കൗണ്ടർ ആയതുകൊണ്ട് ഇവിടെ സർവീസ് ചെയ്യേണ്ടതുണ്ട്. അൽഫാം കൗണ്ടറിലൂടെ ചിമ്മിനിയൊക്കെ ഉണ്ട്. അതിൽ അങ്ങോട്ട് ചൂട് അടക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. പൊതുവേ നമ്മളൊരു തീമിലാണ് ഇപ്പോൾ അവിടെ അറേബ്യൻ പാലസിൻ്റെ റെസ്റ്റോറൻ്റ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരുടെ കളർ. ഇവരുടെ ഗ്ലാസ് തീം ബേസ്ഡ് ആണ്. അവരുടെ ഒരു തീമാണിത്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ബാത്റൂം സ്പേസാണ്. ഒരു ചെറിയ പാസേജിൽ ജെൻസ് ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്. അത്യാവശ്യം വലിയൊരു സ്പേസാണ്. ഇവിടെ എയർ സർക്കുലേഷനൊക്കെ കിട്ടാനും ഫുഡിൻ്റെ സ്മെല്ലൊന്നും അധികം നിൽക്കാതിരിക്കാനായിട്ട് വലിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ ബാക്കിലോട്ട് കിച്ചണിലോട്ടാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മെസലൈൻ ഫ്ലോറിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് വരാം. ഈ 18ാം പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ ഇവിടെയാണ് മെസലൈൻ ഫ്ലോർ വരുന്നത്. സീറ്റിംഗ് ഇങ്ങനെ ടേബിളാണ് ചെയ്തിരിക്കുന്നത്. ടേബിളും ചെയേഴ്സുമാണ് ഇവർക്ക് വേണ്ടത്. ഇവർ മന്തി പോലെ ഉള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സാധാരണ ഈ അടുപ്പിച്ചിടാൻ പറ്റണം. അവർക്ക് പാർട്ടി ഒരു 20 പേര് 30 പേര് വരുമ്പോൾ ഇത് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ 30 പേർക്കോ 40 പേർക്കോ ഇരിക്കാം. ഇതൊരു 80-നടുത്ത് സീറ്റിംഗ് ഈ മുകളിലുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് വാഷ് കൗണ്ടറുണ്ട്. ഒരു ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ അവിടെ ഇവർക്കൊരു സ്റ്റോറേജ്